കർത്താവിൽ പ്രിയ ദൈവജനമേ, ഈ നോമ്പുകാലത്ത് റാസൽ കൈമ സെൻറ് തോമസ് മർത്തോമ സേവിക സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ദൈവവചന ചിന്തയ്ക്കായി അനുദിനം നമുക്ക് ലഭിക്കുന്ന അവസരത്തിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥനയിലും വിനയത്തിലും നിശബ്ദ വിശ്വാസത്തിലും ദൈവത്തോട് കൂടുതൽ അടുത്തു വരുവാൻ നമ്മെ ക്ഷണിക്കുന്ന വലിയ നോയമ്പ് കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു സ്ത്രീയുടെ ജീവിതം അധികമായ സേവനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വീട്ടിലും സഭയിലും സമൂഹത്തിലും തിരുവചനത്തിലെ മാർത്തയെപ്പോലെ പലപ്പോഴും അനേകം കാര്യങ്ങളെക്കുറിച്ച് ആശങ്കയോടെയും ചിന്തയോടെയും നാം പരിശ്രമിക്കുന്നു. ആ സേവനങ്ങൾ പലപ്പോഴും ആരും ശ്രദ്ധിക്കാതെയും അംഗീകരിക്കാതെയും പോകാം. എന്നാൽ ദൈവവചനം നമുക്ക് ഉറപ്പ് നൽകുന്നു, വിശ്വസ്തമായി ചെയ്യുന്ന ഒരു സേവനവും ദൈവദൃഷ്ടിയിൽ മറഞ്ഞു പോകുന്നില്ല. ഗലാത്യർ 6:9 അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. തൻ്റെ പൊതു ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 40 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലും മരുഭൂമിയിൽ കഴിഞ്ഞു. നിശബ്ദതയിലും അനുസരണത്തിലും പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അവൻ തന്നെ തയ്യാറാക്കി. അമ്മമാരും സേവകരും എന്ന നിലയിൽ അതേ ആത്മസമർപ്പണത്തിലേക്ക് വലിയ നോമ്പ് നമ്മെ വിളിക്കുന്നു. മത്തായി 6:4 നമ്മുടെ കർത്താവ് നമുക്ക് ഇപ്രകാരം ഉറപ്പ് നൽകുന്നു, രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നാം ചെയ്യുന്ന ത്യാഗങ്ങൾ, നമ്മുടെ ക്ഷമ, നമ്മുടെ കുടുംബങ്ങൾക്കായി ചെയ്യുന്ന പ്രാർത്ഥനകൾ, ആരും കാണാത്ത പരിശ്രമങ്ങൾ, ഇവയൊക്കെയും ദൈവദൃഷ്ടിയിൽ അമൂല്യങ്ങളാണ്. ഈ വലിയ നോമ്പ് കാലം നമ്മെ ഭാരപ്പെടുത്തുവാൻ അല്ല, നമ്മെ പുതുക്കുവാനും ശക്തിപ്പെടുത്തുവാനും സന്തോഷത്തോടെ ദൈവത്തെ സേവിക്കുവാനും നാം നമ്മെ തന്നെ തയ്യാറാക്കുവാനാണ്. ഈ വലിയ നോമ്പ് കാലം നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുകയും ഹൃദയത്തെ ശക്തിപ്പെടുത്തുകയും ദൈവത്തിന് സമർപ്പിച്ച സേവനം നിത്യഫലം നൽകുന്നതാണെന്ന ബോധം നമ്മിൽ ഉറപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും ശക്തിപ്പെടുത്തുമാറാകട്ടെ. ആമേൻ.